ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. NSK മാത്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിലെ 7ാമത്തെ ഭാഗം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലെ 7ാമത്തെ ഭാഗമായിരുന്നു പഠിപ്പിച്ചത്. ഇന്ന് നമുക്ക് 8ാമത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഈ 7 ഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമേ 8ാമത്തെ ഭാഗം കാണുള്ളൂ. എല്ലാം കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും ആൻസറുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ക്ലാസ്സിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓൾറെഡി മിഡിൽ ടൈമിന്റെ കോൺസെപ്റ്റെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസ്. വ്യത്യസ്തമായ 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ആസ് 70. അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, 7th ടേം. അതായത് 7 പദങ്ങളുടെ തുക എത്രയാണെന്ന് പറയുന്നുണ്ട്. ഈ 7 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് അവർ പറയുന്നത്? 70 എന്ന് പറയും. നമുക്കറിയാം ഇവിടെ ഒരു മിഡിൽ ടേം ഉണ്ട് അല്ലെ. 4th ടേം ഈസ് മിഡിൽ ടേം. ആ മിഡിൽ ടേം ഉണ്ടെങ്കിൽ ഈ 7 പദങ്ങളുടെ സം എന്ന് പറയുന്നത് 7 ഇൻറ്റു 4th ടേം ആയിരിക്കും. എന്ത്? 70. ഇതിൻ്റെ അകത്ത് നമുക്ക് 4th ടേം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 4th ടേം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 70/7 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇത് തന്നെയാണ് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. മിഡിൽ ടേമിന് മാറ്റമില്ലാതെ നിർത്തണം. മിഡിൽ ടേമിന് മാറ്റമില്ലാതെ നിർത്തിക്കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? സമാന്തര ശ്രേണികൾ എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 4th ടേം, 5th ടേം, 6th ടേം, 7th ടേം. എത്ര സമാന്തര ശ്രേണി എഴുതാനില്ല? അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. 3 അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്കൊരു കാര്യം ചെയ്യാം. 1ാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. 1ാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് ആയാലും 2 ആയാലും 3 ആയാലും നമ്മൾ എന്തായിരിക്കണം? ആ മിഡിൽ ടേം എന്ത് തന്നെ ആയിട്ട് വെക്കണം? ഈ 10 തന്നെ ആയിരിക്കണം. അപ്പൊ ഈ മിഡിൽ ടേം ആയ 4th ടേം ഞാൻ 10 ആയിട്ട് വെച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ്, നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് 2 ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ശരി, നിങ്ങൾ 2 എടുത്തോ. അപ്പൊ 2 എടുക്കുമ്പോൾ 10 + 2 12, 12 + 2 14, 14 + 2 16. ഇടത്തോട്ട് വരുമ്പോൾ എന്ത് വരും? 10 ന് 2 പോലെ 8, 8 ന് 2 പോലെ എത്ര? 6, 6 ന് 2 പോലെ എത്ര കിട്ടും? 4. ഇതൊരു സമാന്തര ശ്രേണിയാണ്. കോമൺ ഡിഫറൻസ് 2. ഇനി അടുത്ത് എത്ര എണ്ണം എഴുതണമെന്ന് പറഞ്ഞാൽ 3 എണ്ണം അല്ലെ. അപ്പൊ അടുത്തതിന്റെ അകത്തെയും അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുമ്പോഴും നമ്മുടെ എന്താണ്? മിഡിൽ ടേം എന്ത് തന്നെ ആയിരിക്കണം? 10 തന്നെ ആയിരിക്കണം. കോമൺ ഡിഫറൻസ് മാറ്റാം. കോമൺ ഡിഫറൻസ് മാറ്റുമ്പോൾ ഒരു 3 ആണെന്ന് വിചാരിച്ചോ. കോമൺ ഡിഫറൻസ് 10 3 13, 13 3 16, 16 3 19, 10 ന്ന് 3 പോയാൽ 7, 7 ന്ന് 3 പോയാൽ 4, 4 ന്ന് 3 പോയാൽ എത്ര? 1. അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. സിമ്പിൾ അല്ലേ? ഇനിയും ഒരെണ്ണം കൂടെ എഴുതണം അല്ലെ. 3 എണ്ണം എഴുതാൻ പറഞ്ഞാൽ നമുക്കപ്പോൾ 3 എണ്ണം തന്നെ എഴുതിയാക്കാം. ക്വസ്റ്റിന് 3 എണ്ണം അല്ലേ എഴുതാൻ പറഞ്ഞു. അപ്പൊ അപ്പോഴും എന്തായിരിക്കണം? നമ്മളെ മിഡിൽ ടേം 10 ആയിട്ട് തന്നെ വെക്കണം. കോമൺ ഡിഫറൻസ് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ 2 എടുത്തു, 3 എടുത്തു, ഇനി 5 എടുത്തു. അപ്പൊ 10 5 15, 15 5 20, 20 5 25, 10 ന്ന് 5 പോയാൽ 5, 5 ന്ന് 5 പോയാൽ 0, 0 ന്ന് 5 പോയാൽ -5. കണ്ടോ? വ്യത്യസ്തമായ 1 2 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ. പക്ഷെ എന്ത് സെറ്റായിരിക്കണം? മിഡിൽ ടേമിന് മാറ്റമില്ലാതെ നിർത്തണം. മിഡിൽ ടേം എത്ര തന്നെയാ? എല്ലായിടത്തെയും മിഡിൽ ടേം എത്ര തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? 10 തന്നെയാണ്. അതിനൊരു മാറ്റവും വരുത്തല്. ഈ മിഡിൽ ടേം എന്തായിരിക്കും? അത് ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലമാണ് ടെക്സ്റ്റ്. മിഡിൽ ടേമിന് മാറ്റം വരുത്തും. മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് കിടക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ടേമിന്റെ കോൺസെപ്റ്റ് വെച്ച് തന്നെയാണ് ഇതിന് ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും നോക്കി മനസ്സിലാക്കണം. ദ സം ഓഫ് ദ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ടൊന്ന് വായിക്കാം. The sum of the first 3 terms of an arithmetic sequence is 30. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ 3 പദങ്ങളുടെ തുക എത്രയാണെന്ന് പറയുന്നുണ്ട്? 30. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 3 പദങ്ങളുടെ തുക 30. ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അത് തന്നെ എഴുതാം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഈ 3 ടേമുകളുടെ തുക എത്രയാണെന്ന് പറയുന്നുണ്ട്? 30. സം എത്രയാണ്? 30. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ സെക്കൻഡ് ടേം ആണ് ഇവിടുത്തെ മിഡിൽ ടേം. therefore സെക്കൻഡ് ടേം ഇൻറ്റു എത്ര പദങ്ങളുണ്ട് ഇവിടെ? 3 ആയിരിക്കുമല്ലോ ഈ 30 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇതിന്റെ അതും സെക്കൻഡ് ടേം എത്ര കിട്ടും? 30/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. നോക്കിയേ, വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? എ പാർട്ട് ക്വസ്റ്റ്യൻ സെക്കൻഡ് ടേം ആണ്. നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യനോട്ട് നോക്ക്.
വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ദ സം ഓഫ് 7 ടേംസ് ഈസ് 140 എന്ന് പറയുന്നത് 7 പദങ്ങളുടെ തുക 140. നമുക്കറിയാം 7 ടേംസ് ഉള്ള ഒരു സമാന്തര ശ്രേണിയിലെ മിഡിൽ ടേം ആയിരിക്കും ഫോർത്ത് ടേം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 7 ഇൻറ്റു ഫോർത്ത് ടേം ആയിരിക്കും എത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 140. മനസ്സിലായല്ലോ? ഇതാ നമുക്ക് ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 140 ഡിവൈഡ് ബൈ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പൊ അതേ നോക്കിയാൽ വാട്ട് ഈസ് ദ ഫോർത്ത് ടൈം അല്ലെ രണ്ടാമത്തെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എത്ര കിട്ടിയത്? 20 എന്ന് കിട്ടി. സെറ്റ് അല്ലേ? ഇനി നമുക്ക് വേണ്ടത് വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ്. ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനും പാടൊന്നുമില്ല. നമ്മുടെ ഈ സെക്കൻഡ് ടേം ഉണ്ടല്ലോ. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യം മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ സീക്വൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ TD ബൈ PD അല്ലെങ്കിൽ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യം പഠിച്ചു. ഇവിടെ ടേമുകൾ ഏതൊക്കെയാ? 20യും 10ഉം ആണ് ടേം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 20 മൈനസ് 10 ഡിവൈഡ് ബൈ 20യുടെ പൊസിഷൻ എത്ര? 4 മൈനസ് 10ന്റെ പൊസിഷൻ എത്ര? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മൈനസ് 10 എത്ര? 10 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 5. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് 3 ടേംസ് അല്ലേ എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 3 ടേം എഴുതാം. ഇതിനകത്ത് സെക്കൻഡ് ടേം നമുക്കുണ്ട് 10. 10ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 5 കൂട്ടുമ്പോൾ 15. 10ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 5 കുറയ്ക്കുമ്പോൾ 5. സീക്വൻസ് എത്ര കിട്ടി? 5, 10, 15. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഈ മിഡിൽ ടേം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഭാഗത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനോട്ട് കിടക്കാം. 8ാമത്തെ ഭാഗത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കണം. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞത് സം ഓഫ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസീസ് എത്രയാണ്? 150. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മനസ്സിലായാൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത് ടേം, 8th ടേം. നിങ്ങൾ ഓർക്കുമല്ലേ 5 ടൈംസ് എന്ന് പറഞ്ഞിട്ട് എന്തിനാ 8th ടേം വരെ? 9th ടേം, 10th ടേം. ഇരിക്കട്ടെ. ഈ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മാണ് 150. അതായത് ഈ 1ാം പദം മുതൽ ഈ 5ാം പദം വരെയുള്ളതിന്റെ സമ്മാണ് അവരെന്ത് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 150 എന്ന് പറയും. രണ്ടാമത്തെ കേസിൽ അവർ പറയുന്നതെന്ന് ശ്രദ്ധിക്കേ. ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ്, അതായത് ഈ 1ാം പദം മുതൽ ഈ 10ാം പദം വരെയുള്ളതിന്റെ സം എത്രയാണെന്ന് പറയുന്നുണ്ട്? 550 എന്ന് പറയും. ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലോ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ 5ാം പദം മുതൽ 5ാം പദം വരെ 150 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 6ാം പദം മുതൽ 10ാം പദം വരെയുള്ള അതിന്റെ തുക എത്ര ആയിരിക്കും? ഈ 550ൽ നിന്ന് 150 കുറയ്ക്കുന്ന 400 ആയിരിക്കത്തില്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ 550, അതിൽ 5ാം പദം വരെ 150. അങ്ങനെയാണെങ്കിൽ 6 മുതൽ 10 വരെ എത്ര ആയിരിക്കും? 550ൽ നിന്ന് 150 കുറയ്ക്കുന്ന ബാക്കി എത്ര ആയിരിക്കും? 400. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകാം. എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് ടേം അല്ലേ ആദ്യത്തെ കേസിൽ? തേർഡ് ടേം ഇൻറ്റു 5 അല്ലേ പറഞ്ഞിരിക്കുന്ന 150 അല്ലെ? മിഡിൽ ടേമിന്റെ ഇത് വെച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 150 by 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 30. നോക്കിയാൽ വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്? എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഇനി അടുത്തെന്ന് പറയുന്നത് 6ാം പദം മുതൽ 10ാം പദം വരെയുള്ളതിന്റെ തുക. അപ്പൊ അതിന്റെ അകത്ത് മിഡിൽ ടേം അല്ലേ ഈ 8ാം പദം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് എന്ത് എഴുതാൻ പറ്റും? പറഞ്ഞു. അതിന്റെ അകത്ത് നമുക്ക് എഴുതാം, എന്ത് എഴുതാൻ പറ്റും? 8th ടേം ഇൻറ്റു 6, 7, 8, 9, 10. അവിടെ 5 തന്നെയാണ് അല്ലെ? 5 പദങ്ങളാണ്. ഇസ് ഈക്വൽ ടു എത്രയാണ്? 400. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? 8th ടേം ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 400 by 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 80 എന്ന് കിട്ടി. കിട്ടിയില്ലേ? നോക്കിക്കേ, വാട്ട് ഈസ് ദ 8th ടേം ഓഫ് ദ സീക്വൻസ്? എത്ര കിട്ടി? 80 എന്ന് കിട്ടി. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞു പോണത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാനത് ക്ലിയർ ചെയ്ത് തന്നിരിക്കും, ഉറപ്പാണ്. അടുത്തത് നോക്കിയേ, വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ടേംസ്? ഈ തൊട്ട് മുമ്പുള്ള കണക്ക് നമ്മൾ ചെയ്തായിരുന്നു. ടേം ഡിഫറൻസ് വെച്ച് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് 3 ടേംസ് ചെയ്ത് അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ കണക്കിന്റെ ഫസ്റ്റ് 3 ടേംസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.